ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് EDPയിലെ ടൈപ്സ് ഓഫ് എൻ്റർപ്രണർഷിപ്പിനെ കുറിച്ചാണ്. എസ് എ ടൈപ്പ് ക്വസ്റ്റ്യനാണ് ടൈപ്സ് ഓഫ് എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. അതിൽ ഷോർട്ട് എസ് എ ആയിട്ടും ചോദിക്കാറുണ്ട്, എന്താണ് ക്ലാരൻ ഡാൻഹോഫിൻ്റെ ക്ലാസിഫിക്കേഷൻ, അല്ലെങ്കിൽ പിന്നെ ഏതൊക്കെ ഓൺ ദി ബേസിസ് ഓഫ് ബിസിനസ്സിൽ എങ്ങനെയൊക്കെ ക്ലാസിഫിക്കേഷൻ നടത്താം, അല്ലെങ്കിൽ ഓൺ ദി ബേസിസ് ഓഫ് യൂസ് ഓഫ് ടെക്നോളജിയിൽ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ നടത്തുക എന്നുള്ളതൊക്കെ ഷോർട്ട് ആൻസറായിട്ട് ചിലപ്പം ചോദിക്കാറുണ്ട്. അപ്പം നമുക്ക് ഇതിൽ മെയിനായിട്ട് അതിൻ്റെ ടൈപ്സിൽ ആദ്യം പറയുന്നത് ഓൺ ദി ബേസിസ് ഓഫ് ടൈപ്പ് ഓഫ് ബിസിനസ്, ഏത് തരം ബിസിനസ്സാണ് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ. അതിൽ 5 ടൈപ്പാണ് പറയുന്നത്. ഒന്ന് ബിസിനസ് എൻ്റർപ്രണറാണ്. ബിസിനസ് എൻ്റർപ്രണർ എന്ന് പറയുന്നത് ആരാണോ ഒരു ബിസിനസ് ഐഡിയ ഡിസ്കവർ ചെയ്ത് അത് ഒരു ബിസിനസ്സാക്കി സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് ആരാണോ ഒരു ബർത്ത് ജന്മം കൊടുക്കുന്നത്, അയാളാണ് ബിസിനസ് എൻ്റർപ്രണർ. അതായത് പുതിയൊരു ഐഡിയ ഡെവലപ്പ് ചെയ്ത് അത് ബിസിനസ്സാക്കി മാറ്റുന്നതിനെയാണ് ബിസിനസ് എൻ്റർപ്രണർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടൈപ്പ് ട്രേഡിംഗ് എൻ്റർപ്രണേഴ്സാണ്. ട്രേഡിംഗ് എൻ്റർപ്രണേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് ബിസിനസ്സിൽ ജസ്റ്റ് വാങ്ങി വിൽക്കുക മാത്രമാണ്, ബൈയിങ് ആൻഡ് സെല്ലിങ് മാത്രമാണ് അവരുടെ ജോലി എന്ന് പറയുന്നത്. അവർ ഒരു തരത്തിലുള്ള മാനുഫാക്ചറിങ് കാര്യങ്ങളിൽ ഒന്നും അവർ ഇടപെടുന്നില്ല. അവർ ജസ്റ്റ് സാധനം ഹോൾസെയിലിൽ നിന്ന് വാങ്ങുക, കസ്റ്റമർക്ക് സെയിൽ ചെയ്യുക. അതാണ് ട്രേഡിംഗ് എൻ്റർപ്രണേഴ്സ് എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ എൻ്റർപ്രണർ എന്ന് പറയുന്നത് അവർക്ക് മെയിൻ മാനുഫാക്ചറിങ് മാത്രമാണ്. അതായത് ഈ ഗുഡ്സ്, നമ്മൾ ഉപയോഗിക്കുന്ന ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുക മാത്രമാണ് അവർ ചെയ്യുന്നത്. അവരെയാണ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രണേഴ്സ് എന്ന് പറയുന്നത്. അവർ ഹു അണ്ടർടേക്ക് മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ്. മറ്റേത് ട്രേഡിംഗ് എൻ്റർപ്രണേഴ്സിൽ പറയുന്നത് who undertakes trading activities, that is buying and selling manufactured goods. ഓക്കെ, അതാണ് ട്രേഡിങ്ങും ഇൻഡസ്ട്രിയൽ എൻ്റർപ്രണറും തമ്മിലുള്ള ഡിഫറൻസ്. 4 കോർപ്പറേറ്റ് എൻ്റർപ്രണേഴ്സാണ്. കോർപ്പറേറ്റ് എൻ്റർപ്രണേഴ്സ് എന്ന് പറയുന്നത് അവർ പിന്നെ ഒരു ഓർഗനൈസേഷനിൽ ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് അണ്ടർടേക്കിങ്സ്, ഇപ്പം സർക്കാർ KSRTC അണ്ടർടേക്ക് ചെയ്തു, അത് ഒരു കോർപ്പറേറ്റ് എൻ്റർപ്രണർഷിപ്പാണ്. ഓക്കെ, അവർ അവരുടെ ഇന്നോവേറ്റീവ് സ്കിൽസ് ഉപയോഗിച്ച് ഒരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് അണ്ടർടേക്കിങ് മാനേജ് ചെയ്യുക, അങ്ങനത്തെ ആൾക്കാരെയാണ് കോർപ്പറേറ്റ് എൻ്റർപ്രണർ എന്ന് വിളിക്കുന്നത്. അതിൽ ലാസ്റ്റ് 5ാമത്തെ പറയുന്നത് അഗ്രികൾച്ചറൽ എൻ്റർപ്രണറാണ്. അഗ്രികൾച്ചറൽ എൻ്റർപ്രണർ എന്ന് പറയുന്നത് ആരാണോ ഈ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്, ഇപ്പോൾ അതായത് പിന്നെ ക്രോപ്പ് മാനുഫാക്ചേഴ്സ്, അല്ലെങ്കിൽ ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ആ ഫെർട്ടിലൈസർ വിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പിന്നെ ഈ അഗ്രികൾച്ചറിന് വേണ്ട ഇൻപുട്സ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ, സീഡ്, തൈകൾ, അല്ലെങ്കിൽ മറ്റു മിഷനറികൾ, അവരൊക്കെ എന്താണ് അഗ്രികൾച്ചറൽ എൻ്റർപ്രണേഴ്സാണ്. അപ്പോൾ ഇതാണ് ഓൺ ദ ബേസിസ് ഓഫ് ടൈപ്പ് ഓഫ് ബിസിനസ്സിൽ 5 ക്ലാസിഫിക്കേഷൻസ്. നെക്സ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് യൂസ് ഓഫ് ടെക്നോളജി. ബിസിനസ്സിൽ യൂസ് ചെയ്യുന്ന ടെക്നോളജിയെ ബേസ് ചെയ്തിട്ട് നമുക്ക് 3 എൻ്റർപ്രണേഴ്സിനെ തരംതിരിക്കാം. ഒന്ന് ടെക്നിക്കൽ എൻ്റർപ്രണറാണ്. ടെക്നിക്കൽ എൻ്റർപ്രണർ എന്ന് പറയുന്നത് അവർ എക്സ്ട്രീംലി ടാസ്ക് ഓറിയൻറ്റഡ് ആണ്. ടാസ്ക് ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്രാഫ്റ്റ്സ്മാൻ, അവർ ആ ഒരു മേഖലയിൽ എക്സ്പേർട്ടാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഒരു മേഖലയിൽ അവർ അവരുടെ ക്വാളിറ്റി ഗുഡ്സ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ ടെക്നോളജിയൊക്കെ അവരെന്ത് ചെയ്യും, ഇൻട്രൊഡ്യൂസ് ചെയ്യും, മനസ്സിലായില്ലേ? അവർ മെയിനായിട്ട് എന്താണ്, ആ പ്രൊഡക്ഷനിൽ മാർക്കറ്റിങ്ങിനേക്കാൾ കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുന്നത് ഇവിടെയാണ്, പ്രൊഡക്ഷനിലാണ്. അതിൽ പുതിയ ടെക്നോളജികൾ, അതിൻ്റെ പുതിയ പുതിയ സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കുക, അതാണ് ടെക്നിക്കൽ എൻ്റർപ്രണർ എന്ന് പറയുന്നത്. ഇനി യൂസ് ഓഫ് ടെക്നോളജിയിൽ രണ്ടാമത് പറയുന്നത് നോൺ ടെക്നിക്കൽ എൻ്റർപ്രണേഴ്സാണ്. അതായത് അവർ മെയിനായിട്ട് മാർക്കറ്റിംഗ് കൺസെപ്റ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അവർക്ക് എന്തില്ല, പ്രൊഡക്ഷൻ കൺസെപ്റ്റ് കുറവായിരിക്കും. ഇവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മാർക്കറ്റിങ്ങിലായിരിക്കും. അവർ പ്രത്യേകിച്ച് ടെക്നോളജിയൊന്നും ഉപയോഗിക്കാതെ, അല്ലെങ്കിൽ ടെക്നിക്കൽ ആസ്പെക്ട്സിൽ ഒരു കൺസേണും കൊടുക്കാത്ത എൻ്റർപ്രണേഴ്സിനെയാണ് നോൺ ടെക്നിക്കൽ എൻ്റർപ്രണേഴ്സ് എന്ന് പറയുന്നത്. അവർ മെയിനായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് മാർക്കറ്റിംഗ് ടെക്നിക്സ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജീസാണ്. അവരുടെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള മാർക്കറ്റിംഗ് ടെക്നിക്സും ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിയാണ് അവരെന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി അതിൽ 3ാമത് പറയുന്നത് പ്രൊഫഷണൽ എൻ്റർപ്രണേഴ്സ് ഉണ്ട്. പ്രൊഫഷണൽ എൻ്റർപ്രണേഴ്സ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് തുടങ്ങി, അതായത് പിന്നെ ഒരുപാട് കാലത്തേക്ക് അവരെന്ത് ചെയ്യില്ല, ആ ബിസിനസ് റൺ ചെയ്യില്ല. കുറച്ച് കഴിയുമ്പോൾ, അതായത് ഒരു ബിസിനസ് തുടങ്ങി പച്ച പിടിച്ച് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ഉടനെ ആ ബിസിനസ് സെയിൽ ചെയ്തിട്ട് വേറൊരു മേഖലയിലേക്ക് പോകും, അവിടെ ബിസിനസ് തുടങ്ങും. ബിസിനസ് തുടങ്ങി അതൊന്ന് സക്സസ്ഫുൾ ആകുമ്പോൾ അത് നല്ല റേറ്റിന് എന്ത് ചെയ്യുക, മറിച്ച് വെക്കുക. ഇങ്ങനെ ഈ ബിസിനസ് തുടങ്ങി റീസെയിൽ ചെയ്യുന്ന ആൾക്കാരെയാണ്
പ്രൊഫഷണൽ എൻ്റർപ്രണേഴ്സ് എന്ന് പറയുന്നത്. അതായത് റണ്ണിങ് ബിസിനസ് അവരെന്ത് ചെയ്യും, സെല്ല് ചെയ്യും, എന്നിട്ട് പുതിയൊരെണ്ണം തുടങ്ങും, എന്നിട്ട് അത് നന്നായിട്ട് സക്സസ്ഫുൾ ആക്കി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അത് സെല്ല് ചെയ്യും. അങ്ങനെ അതിൽ നിന്നും പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരെയാണ് പ്രൊഫഷണൽ എൻ്റർപ്രണേഴ്സ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് ഓൺ ദി ബേസിസ് ഓഫ് മോട്ടിവേഷൻ. ബിസിനസ് തുടങ്ങാനുള്ള മോട്ടിവേഷൻ്റെ ബേസിൽ അതിനെ വീണ്ടും 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്ന് പ്യുവർ എൻ്റർപ്രണർ. പ്യുവർ എൻ്റർപ്രണർ എന്ന് പറഞ്ഞാൽ സ്വന്തം പെർഫോമൻസിൽ വിശ്വസിച്ച് അത് ഒരു ബിസിനസ് ആക്ടിവിറ്റിയാക്കി അതിനെ മാറ്റി അതിൽ നിന്നും ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഈഗോ അതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലേക്ക് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെയാണ് പ്യുവർ എൻ്റർപ്രണർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു എൻ്റർപ്രണർ പ്രോഫിറ്റ് മോട്ടീവിലാണ് ബിസിനസ് തുടങ്ങുന്നതെങ്കിൽ അവർ പ്യുവർ എൻ്റർപ്രണറാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ധീരുഭായ് അംബാനി, റിലയൻസ് ഗ്രൂപ്പിൻ്റെ ധീരുഭായ് അംബാനിയൊക്കെ പ്യുവർ എൻ്റർപ്രണർ. ഒന്നുമില്ലാത്തതിൽ നിന്നും അവർ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മോട്ടീവിൽ ബിസിനസ് തുടങ്ങി പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ, സ്റ്റാറ്റസ്, ഈഗോ പോലത്തെ സംഗതികളൊക്കെ അവരെന്ത് ചെയ്തു, അച്ചീവ് ചെയ്യാൻ പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങി. അങ്ങനത്തെ ബിസിനസ്സുകാരെയാണ് പ്യുവർ എൻ്റർപ്രണർ എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ ഇൻഡ്യൂസ്ഡ് എൻ്റർപ്രണറാണ്. ഇൻഡ്യൂസ്ഡ് എൻ്റർപ്രണർ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൽ നിന്നും കിട്ടുന്ന ബെനിഫിറ്റുകളെ ഉപയോഗിച്ച് അല്ലെങ്കിൽ അത് നേടിയെടുക്കാൻ വേണ്ടി ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെയാണ്, അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെയാണ് ഇൻഡ്യൂസ്ഡ് എൻ്റർപ്രണർ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നും ഒരുപാട് അസിസ്റ്റൻസ് കിട്ടുന്നുണ്ട്, ഇൻസെൻറ്റീവ്സ് കിട്ടുന്നുണ്ട്, സബ്സിഡീസ് കിട്ടുന്നുണ്ട്, കൺസെഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ മറ്റു ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് ഉണ്ട്. ഇതൊക്കെ മുതലാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ബിസിനസ് തുടങ്ങുന്നത്. ഇത് മുതലാക്കി അവർ ബിസിനസ് ചെയ്യുന്ന എൻ്റർപ്രണേഴ്സിനെയാണ് ഇൻഡ്യൂസ്ഡ് എൻ്റർപ്രണർ എന്ന് പറയുന്നത്. മൂന്നാമത്തത് മോട്ടിവേറ്റഡ് എൻ്റർപ്രണറാണ്. മോട്ടിവേറ്റഡ് എൻ്റർപ്രണർ എന്ന് പറയുന്നത് ഇപ്പം അവരുടെ ഇപ്പോൾ ഒരു എൻ്റർപ്രണർ ഉണ്ട്, അയാൾക്ക് ടെക്നിക്കൽ ആൻഡ് പ്രൊഫഷണൽ എക്സ്പെർട്ടൈസ് അല്ലെങ്കിൽ സ്കിൽസൊക്കെ ഉണ്ടെങ്കിൽ അതുപയോഗിച്ച് എനിക്ക് ഇന്ന ക്വാളിഫിക്കേഷൻസ് ഉണ്ടല്ലോ, എനിക്ക് ഇന്ന സ്കിൽസ് ഉണ്ടല്ലോ എന്ന് സ്വയം മോട്ടിവേറ്റഡായി ബിസിനസ് ചെയ്യുന്ന എൻ്റർപ്രണേഴ്സിനെയാണ് മോട്ടിവേറ്റഡ് എൻ്റർപ്രണേഴ്സ് എന്ന് പറയുന്നത്. അതായത് അവർ സെൽഫ് ഫുൾഫിൽമെൻറ്റിന് വേണ്ടി സ്വയം മോട്ടിവേറ്റഡായി ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെയാണ് മോട്ടിവേറ്റഡ് എൻ്റർപ്രണേഴ്സ് എന്ന് പറയുന്നത്. നാലാമത്തെ കാറ്റഗറി പറയുന്നത് സ്പോണ്ടേനിയസ് എൻ്റർപ്രണർ. സ്പോണ്ടേനിയസ് എൻ്റർപ്രണർ എന്ന് പറഞ്ഞാൽ ഈ 3 കാറ്റഗറിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള നാലാമത്തെ ആളാണ് സ്പോണ്ടേനിയസ് എന്ന് പറയുന്നത്. അവിടെ പെട്ടെന്ന് ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റിന് വേണ്ടി പെട്ടെന്ന് ബിസിനസ് തുടങ്ങുന്ന ആൾക്കാരാണ് സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പെട്ടെന്നുള്ള ആക്ഷനെയാണ് സ്പോണ്ടേനിയസ് ആക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ അവരുടെ സെൽഫ് എംപ്ലോയ്മെൻറ്റിന് വേണ്ടി, അതുപോലെ തന്നെ അവരുടെ എക്സലൻസ് അല്ലെങ്കിൽ ജോബ് പെർഫോമൻസിൽ നമ്മുടെ ആ എൻ്റർപ്രണറുടെ എക്സലൻസ് കാണിക്കാനുള്ള ഒരു മോട്ടിവേഷനിൽ, അതാണ് അവരെ വിളിക്കുന്ന മറ്റൊരു പേരാണ് നാച്ചുറൽ എൻ്റർപ്രണേഴ്സ്. അതായത് ഓൺവേർഡ് ക്വസ്റ്റ്യന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സ്പോണ്ടേനിയസ് എൻ്റർപ്രണേഴ്സ് ആർ ഓൾസോ നോൺ ആസ് നാച്ചുറൽ എൻ്റർപ്രണേഴ്സ്. പ്രത്യേകം ശ്രദ്ധിക്കുക, സ്പോണ്ടേനിയസ് എൻ്റർപ്രണറിൻ്റെ മറ്റൊരു പേര് നാച്ചുറൽ എൻ്റർപ്രണേഴ്സാണ്. ഓക്കെ, ഇത്രയാണ് ഓൺ ദി ബേസിസ് ഓഫ് മോട്ടിവേഷനിൽ. ഇനി ഓൺ ദി ബേസിസ് ഓഫ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്, ഓരോ സ്റ്റേജസിനനുസരിച്ച് നമ്മൾ എൻ്റർപ്രണേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യം പറയുന്നത് ഫസ്റ്റ് ജനറേഷൻ എൻ്റർപ്രണേഴ്സാണ്. ഒരു ഫസ്റ്റ് ജനറേഷൻ എൻ്റർപ്രണർ എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിയിൽ ആദ്യമായിട്ട് ആരാണോ ബിസിനസ് തുടങ്ങുന്നത് അവരാണ് ഫസ്റ്റ് ജനറേഷൻ എൻ്റർപ്രണർ. നമ്മൾ നേരത്തെ ധീരുഭായ് അംബാനിയെ പറഞ്ഞു. അയാൾ റിലയൻസ് ഗ്രൂപ്പിലെ ആദ്യം ബിസിനസ് തുടങ്ങിയത് ആരാണ്? ധീരുഭായ് അംബാനിയാണ്. അപ്പോൾ ധീരുഭായ് അംബാനി ആരാണ്? ഫസ്റ്റ് ജനറേഷൻ എൻ്റർപ്രണറാണ്. അതായത് പുതിയ സ്വന്തമായിട്ടുള്ള ഇന്നോവേറ്റീവ് ഐഡിയാസും സ്കിൽസൊക്കെ ഉപയോഗിച്ച് ഒരു ഫാമിലിയിൽ ആദ്യമായിട്ടൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അയാളാണ് ഫസ്റ്റ് ജനറേഷൻ എൻ്റർപ്രണർ എന്ന് പറയുന്നത്. ഈ ഫസ്റ്റ് ജനറേഷൻ എൻ്റർപ്രണറെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ന്യൂ എൻ്റർപ്രണർ. ഓൺവേർഡ് ക്വസ്റ്റ്യനാണ്. ഫസ്റ്റ് ജനറേഷൻ എൻ്റർപ്രണർ ഈസ് ഓൾസോ നോൺ ആസ് ന്യൂ എൻ്റർപ്രണർ. ഓക്കെ, ഇനി രണ്ടാമത്തത് മോഡേൺ എൻ്റർപ്രണേഴ്സാണ്. മോഡേൺ എൻ്റർപ്രണേഴ്സ് എന്ന് പറയുന്നത് ഇപ്പം പഴയ വെഞ്ചേഴ്സ്, അതായത് ഫസ്റ്റ് ജനറേഷൻ എൻ്റർപ്രണേഴ്സ് തുടങ്ങിയ ബിസിനസ് പുതിയ കാലത്തിനനുസരിച്ച് അല്ലെങ്കിൽ മോഡേൺ മാർക്കറ്റിംഗ് നീഡ്സിനനുസരിച്ച് ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനത്തെ വെഞ്ചേഴ്സ് അണ്ടർടേക്ക് ചെയ്യുന്ന ആൾക്കാരെയാണ് മോഡേൺ എൻ്റർപ്രണേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പഴയ കാലത്തെ ആൾക്കാർ ഒരു ബിസിനസ് തുടങ്ങും, അവരെ മക്കൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ അവരുടെ പിൻഗാമികൾ വന്നിട്ട് ഇന്നത്തെ അവസ്ഥയിൽ എന്താണോ ബിസിനസ്സിന് സ്കോപ്പുള്ളത് അതിനനുസരിച്ച് ബിസിനസ് തുടങ്ങും. ക്ലിയർ? ഇന്നത്തെ ട്രെൻഡ് എന്താണോ അതിനനുസരിച്ച് ബിസിനസ് തുടങ്ങുന്ന ആൾക്കാരെയാണ് മോഡേൺ എൻ്റർപ്രണർ എന്ന് പറയുന്നത്.
ഇനി അതിൽ ക്ലാസിക്കൽ എൻ്റർപ്രണേഴ്സ് ഉണ്ട് മൂന്നാമത്തതായിട്ട്. ക്ലാസിക്കൽ എൻ്റർപ്രണേഴ്സ് എന്ന് പറഞ്ഞാൽ സെൽഫ് സപ്പോർട്ടിങ് വെഞ്ചേഴ്സ് ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാർ. ഹു ഡെവലപ്പ് എ സെൽഫ് സപ്പോർട്ടിങ് വെഞ്ചർ ഫോർ ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് കസ്റ്റമർ നീഡ്സ്. കസ്റ്റമേഴ്സിൻ്റെ നീഡിന് ഒരു സാറ്റിസ്ഫാക്ഷൻ വരുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കസ്റ്റമർ നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് അച്ചീവ് ചെയ്യാനുള്ള വെഞ്ചേഴ്സ് തുടങ്ങാം. അങ്ങനത്തെ ആൾക്കാരെയാണ് ക്ലാസിക്കൽ എൻ്റർപ്രണർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സ്റ്റീരിയോ ടൈപ്പ് ഓർ ട്രഡീഷണൽ എൻ്റർപ്രണർ. എഗെയിൻ ഓൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഹൂ ഈസ് എ സ്റ്റീരിയോ ടൈപ്പ് എൻ്റർപ്രണർ എന്ന് ചോദിച്ചാൽ ഈസ് എ ക്ലാസിക്കൽ എൻ്റർപ്രണർ ഹൂ ഡെവലപ്സ് എ സെൽഫ് സപ്പോർട്ടിംഗ് വെഞ്ചർ ഫോർ ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് കസ്റ്റമേഴ്സ്. അല്ലെങ്കിൽ ഹൂ ഈസ് എ സ്റ്റീരിയോ ടൈപ്പ് എന്ന് ചോദിക്കും. മിക്കവാറും സ്റ്റീരിയോ ടൈപ്പ് ആരാണെന്നാണ് ചോദിക്കുക. അങ്ങനെ സ്റ്റീരിയോ ടൈപ്പ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ക്ലാസിക്കൽ എൻ്റർപ്രണർ ഹൂ ഡെവലപ്സ് എ സെൽഫ് സപ്പോർട്ടിംഗ് വെഞ്ചേഴ്സ് ഫോർ ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് കസ്റ്റമേഴ്സ് നീഡ്. അത്ര എഴുതിയാൽ മതി. ഓക്കെ. ഇനി അതിൽ മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ എൻ്റർപ്രണറിയൽ ആക്ടിവിറ്റി. എൻ്റർപ്രണറിയൽ ആക്ടിവിറ്റിയെ ബേസ് ചെയ്ത് ക്ലാസിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നോവൈസാണ്. നോവൈസ് എന്ന് പറയുന്നത് someone who has started his or first entrepreneurial venture. ആരാണോ അവരുടെ ആദ്യത്തെ എൻ്റർപ്രണറിയൽ വെഞ്ചർ തുടങ്ങുന്നത് അവരെയാണ് നോവേസ് എൻ്റർപ്രണർ എന്ന് വിളിക്കുന്നത്. സീരിയൽ എൻ്റർപ്രണർ എന്ന് പറയുന്നത് സീരിയൽ എൻ്റർപ്രണർ is someone who is devoted to one venture at a time but ultimately start many. അതായത് ഒരേ സമയം പല ബിസിനസ്സുകൾ, മനസ്സിലായില്ലേ? ഇപ്പം സൈമൾട്ടേനിയസ്ലി എക്സൈറ്റഡ് ബൈ എ വെറൈറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ഒരു സൊസൈറ്റിയിൽ വെറൈറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസിൽ പലതരത്തിലുള്ള വെറൈറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസിൽ എക്സൈറ്റ് ആയിട്ട് അതിൽ ബിസിനസ് തുടങ്ങുന്ന ആൾക്കാർ, മനസ്സിലല്ലേ? അതാണ്. അല്ലെങ്കിൽ പറഞ്ഞ മാതിരി എ സസ്റ്റൈനബിൾ സൈസ് ആൻഡ് സെൽസ് ദം ഓഫ്. അതായത് ഒരു ബിസിനസ് തുടങ്ങും, നന്നായി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഏരിയയിലേക്ക് അയാൾ എന്ത് ചെയ്യും, മാറും. അതിൽ സക്സസ് ആയി കഴിഞ്ഞാൽ അതിൽ നിന്നും മാറി അടുത്തയിലേക്ക് പോകും. അവരെയാണ് സീരിയൽ എൻ്റർപ്രണർ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സീരിയലായിട്ട് ഒന്ന് തുടങ്ങി വിജയിച്ച് അടുത്തയിലേക്ക് പോകും, അതിന് തുടങ്ങി വിജയിച്ച് അപ്പുറത്തേക്ക് പോകും. ഇങ്ങനെ ഓരോ പല മേഖലയിലുള്ള ഓപ്പർച്യൂണിറ്റീസിൽ തുടങ്ങും. പോർട്ട്ഫോളിയോ എൻ്റർപ്രണർ എന്ന് പറഞ്ഞാൽ ഏകദേശം അതുപോലെ തന്നെയാണ്. പോർട്ട്ഫോളിയോയിൽ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ബിസിനസ് അറ്റ് ദ സെയിം ടൈം. ഒരേ സമയം പല ബിസിനസ് തുടങ്ങുന്ന ആൾക്കാർ. സീരിയൽ എൻ്റർപ്രണർ എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈം ഒന്നേ ഉണ്ടാവുള്ളൂ, വൺ വെഞ്ചർ അറ്റ് എ ടൈം, മനസ്സിലായില്ലേ? ഒന്നുമേലെ തുടങ്ങി അത് ഫുള്ള് സക്സസ് ആയതിന് ശേഷം അടുത്തിലേക്ക് പോകും. അങ്ങനെ അറ്റ് എ ടൈം ഒന്നേ ഉണ്ടാവുള്ളൂ. ഏതിലും സീരിയൽ എൻ്റർപ്രണറിൽ. പോർട്ട്ഫോളിയോ എൻ്റർപ്രണറിൽ കുറച്ച് ഡിഫറെൻ്റാണ്. എൻ്റർപ്രണർ സ്റ്റാർട്ട്സ് ആൻഡ് റൺസ് എ നമ്പർ ഓഫ് ബിസിനസ് അറ്റ് ദ സെയിം ടൈം. ഒരേ സമയം ഒരുപാട് നമ്പർ ഓഫ് ബിസിനസ് റൺ ചെയ്യുന്ന ആൾക്കാരെയാണ് പോർട്ട്ഫോളിയോ എൻ്റർപ്രണർ എന്ന് പറയുന്നത്. ഓക്കെ. അതായത് അവർ റിസ്ക് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒന്നിൽ തന്നെ തുടങ്ങി അതിൽ വൻ നഷ്ടം വരുന്നതിനേക്കാളും ഒരുപാട് ബിസിനസ് തുടങ്ങി ഒന്നിൽ നഷ്ടം വന്നാലും മറ്റേലേക്ക് അവരെന്ത് ചെയ്യും, പ്രോഫിറ്റ് ഉണ്ടാക്കി രക്ഷപ്പെടും. അതാണ് റിസ്ക് സ്പ്രെഡ് ചെയ്യുക എന്ന് പറയുന്നത്. അവരെയാണ് പോർട്ട്ഫോളിയോ എൻ്റർപ്രണർ എന്ന് പറയുന്നത്. ഇതിലെ ലാസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സ്ഥിരമായി 5 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ചോദ്യമാണ്. എക്സ്പ്ലെയിൻ ദ ക്ലാസിഫിക്കേഷൻ ഡൺ ബൈ ക്ലാരൻസ് ഡാൻഹോഫ്. ക്ലാരൻസ് ഡാൻഹോഫ് എന്നുള്ളത്. അപ്പം ക്ലാരൻ ഡാൻഹോഫിൻ്റെ ക്ലാസിഫിക്കേഷനിൽ മെയിനായിട്ട് 4 എണ്ണമാണ്. അതിൽ ആദ്യം പറയുന്നത് ഇന്നോവേറ്റീവ് എൻ്റർപ്രണറാണ്. ഇന്നോവേറ്റീവ് എൻ്റർപ്രണർ എന്ന് പറയുന്നത് അഗ്രസീവ് ഓൺ എക്സ്പെരിമെൻറ്റേഷൻ ആൻഡ് ക്ലെവർലി പുട്ട് അട്രാക്റ്റീവ് പോസിബിലിറ്റീസ് ഇൻ ടു പ്രാക്ടീസ്. അതായത് എക്സ്പെരിമെൻറ്റിൽ ഭയങ്കര അഗ്രസീവായിരിക്കും. പുതിയ പുതിയ സംഗതികൾ കണ്ടുപിടിക്കാനുള്ള, പുതിയ ഗുഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഇനാഗുറേറ്റ് ചെയ്യുക. അങ്ങനെ പുതിയ സംഗതികൾ കണ്ടുപിടിക്കുന്നതിനാണ് ഇന്നോവേറ്റീവ് എൻ്റർപ്രണർ എന്ന് പറയുന്നത്. അതേസമയം അഡാപ്റ്റീവ് ഓർ ഇമിറ്റേറ്റീവ് എൻ്റർപ്രണർ ഉണ്ട്. അഡാപ്റ്റീവ് ഓർ ഇമിറ്റേറ്റീവ്, ഒരാൾ ചെയ്തത് നോക്കിയിട്ട് അതുപോലെ നമ്മളെന്ത് ചെയ്യുക, ബിസിനസ് തുടങ്ങാം. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു ജ്വല്ലറി തുടങ്ങിയാൽ അതേ അങ്ങാടിയിൽ അതിൽ മോട്ടീവായിട്ട് എന്ത് ചെയ്യും, മറ്റൊരാൾ ഒരു ജ്വല്ലറി എടുക്കും. അത് ഇമിറ്റേറ്റീവ് എൻ്റർപ്രണറാണ്. അതായത് അവർ ഇന്നോവേറ്റീവ് അല്ല, അവരെന്താണ്, മറ്റൊരു ടെക്നിക്കോ ടെക്നോളജിയോ അല്ലെങ്കിൽ ബിസിനസ്സിനെ ഒരാൾ കണ്ടുപിടിച്ച അല്ലെങ്കിൽ ഒരാൾ ഇന്നോവേറ്റ് ചെയ്ത
ബിസിനസ്സിനെ ഇമിറ്റേറ്റ് ചെയ്യുക, ആ ടെക്നിക്കും ടെക്നോളജിയൊക്കെ ഇമിറ്റേറ്റ് അല്ലെങ്കിൽ കോപ്പി അടിക്കുക എന്നൊക്കെ പറയില്ലേ, അവരെയാണ് അഡാപ്റ്റീവ് ഓർ ഇമിറ്റേറ്റീവ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഫാബിയനാണ്. ഫാബിയനും ഡ്രോണും 3ഉം 4ഉം തമ്മിൽ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ, കൺഫ്യൂഷൻ ആവരുത്. ഫാബിയൻ എൻ്റർപ്രണർ എന്ന് പറയുന്നത് അവർ ട്രഡീഷണലി ബൗണ്ടഡ് ആണ്. ട്രഡീഷണലി ബൗണ്ടഡ് ആവാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പുതിയ ടെക്നിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയില്ല, പുതിയ മെത്തേഡ് അഡാപ്റ്റ് ചെയ്യുകയില്ല. അതായത് ഇപ്പം നിലവിൽ നിന്നിരുന്ന ഒരു മാറ്റവും അവരെന്ത് ചെയ്യുന്നില്ല. പുതിയ ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയില്ല. നെയ്തർ ഇൻട്രൊഡ്യൂസ് ന്യൂ ചേഞ്ചസ് നോർ അഡാപ്റ്റ് ന്യൂ മെത്തേഡ്സ്. മറ്റുള്ളവർ കണ്ടുപിടിച്ച മെത്തേഡ്സ് ഇവരെന്ത് ചെയ്യില്ല, ഇൻട്രൊഡ്യൂസ് ചെയ്യില്ല. ബേസിക്കലി ഇവരൊക്കെ എന്താണ്, ഷൈ ആൻഡ് ലേസിയാണ്. അപ്പോൾ എക്സാമിന് ഓൺവേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കും, ഹു ഈസ് എ ഷൈ എൻ്റർപ്രണർ അല്ലെങ്കിൽ ഹു ഈസ് എ ലേസി എൻ്റർപ്രണർ? ഫാബിയൻ എൻ്റർപ്രണറാണ്. ഓക്കെ, അവർ എന്താണ്, അവരുടെ പ്രെഡീസേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മുൻഗാമികൾ തുടങ്ങി വെച്ച അതേ പാതയിൽ സഞ്ചരിക്കുന്ന ആൾക്കാരാണ് ഫാബിയൻ എൻ്റർപ്രണർ എന്ന് പറയുന്നത്. ഓക്കെ, അവർ ആ പഴയ കസ്റ്റംസിൽ, പഴയ ട്രഡീഷണലിൽ, പഴയ സെൻറ്റിമെൻറ്റ്സൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരെയാണ് ഫാബിയൻ എൻ്റർപ്രണർ എന്ന് പറയുന്നത്. അവർക്ക് എന്തില്ല, താല്പര്യമില്ല, പുതിയ സംഗതികൾ കണ്ടുപിടിക്കാനോ മാറ്റം വരുത്താനോ ഒന്നും താല്പര്യമില്ലാത്ത ആൾക്കാരാണ് ഫാബിയൻ എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഡ്രോൺ എന്ന് പറയുന്നത് ദോസ് ഹു റിഫ്യൂസ് ടു അഡോപ്റ്റ് ഓർ യൂസ് ഓപ്പർച്യൂണിറ്റീസ് ടു മേക്ക് ചേഞ്ചസ് ഇൻ പ്രൊഡക്ഷനിൽ ഒരു മാറ്റവും വരുത്താൻ അല്ലെങ്കിൽ പുതിയ സംഗതികൾ അഡോപ്റ്റ് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ലാത്ത ആൾക്കാരെയാണ് ഡ്രോൺ എൻ്റർപ്രണർ എന്ന് പറയുന്നത്. ദേ വുഡ് നോട്ട് ചേഞ്ച് മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഓൾറെഡി ഇൻട്രൊഡ്യൂസ്. അവർ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെ അവർ ചെയ്യുള്ളൂ. ആ ട്രഡീഷണൽ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ തന്നെ അവരെന്ത് ചെയ്യുള്ളൂ. അതിനൊരു കാരണമുണ്ട്. അതാണ് ഈ ഫാബിയനും ഡ്രോണും തമ്മിലുള്ള മെയിനായിട്ട് വ്യത്യാസം. ഡ്രോണിൽ ആൾക്കാർക്ക് എന്താണ്, നഷ്ടം വരുമോ എന്നൊരു പേടി. ദേ ഈവൻ സഫർ ലോസസ്. അവർക്ക് നഷ്ടം വരും, പക്ഷേ എന്നാലും അവരെന്ത് ചെയ്യില്ല, ചേഞ്ചസിന് റെഡിയല്ല. ആ മാറ്റം വരുത്താൻ അവർ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, തയ്യാറല്ല. ഫാബിയനിൽ അവർക്ക് എന്താണ്, അവരുടെ ആൻസിസ്റ്റേഴ്സ് അതിന് മുൻഗാമികൾ എന്താണോ ചെയ്തത് അത് തന്നെയാണ് ഫാബിയനും ചെയ്യുന്നത്, ഡ്രോണും ചെയ്യുന്നത്. ഡ്രോണിൽ പ്രൊഡക്ഷനിൽ ചേഞ്ചസ് വരുത്താത്ത ആൾക്കാരെയാണ് ഡ്രോൺ എൻ്റർപ്രണർ എന്ന് പറയുന്നത്. നഷ്ടത്തിൽ ഓടിയാലും അവരുടെ പുതിയ ചേഞ്ചസ് മാറ്റാൻ തയ്യാറല്ല. ഇത്രയാണ് ടൈപ്സ് ഓഫ് എൻ്റർപ്രണേഴ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ഇതൊരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനാണ്. വൺ വേർഡും ഷോർട്ട് എസ്സേയൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, താങ്ക് യു.